Welcome to my channel Travel and Textiles by Mridu. Chennai to Bangalore. Vande Bharat Executive Class ആണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. വാലൻറ്റൈൻസ് ഡേയും എൻ്റെ ബർത്ത്ഡേയും എല്ലാം കൂടെ തകർത്ത് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. വന്ദേ ഭാരതിലെ എൻ്റെ സെക്കൻഡ് ട്രിപ്പാണിത്. ഫസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു എറണാകുളം ടു പാലക്കാടാണ്. അത് സാധാ ക്ലാസ്സിലായിരുന്നു. ഇത് എക്സിക്യൂട്ടീവ് ക്ലാസ്സാണ്. ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കണ്ടില്ല. പക്ഷേ ചെറിയൊരു വ്യത്യാസം ഞാൻ പറയാം. അതിന് മുമ്പ് ഞാനിവിടെ ഉറക്കം തൂങ്ങിയിരിക്കുന്നുണ്ട്. രാവിലെ നേരത്തെ എണീറ്റ് വന്നതിൻ്റെയാണ്. അപ്പോൾ ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് മുഖത്ത്. എന്നാലും എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ കയറിയപ്പോൾ ഒരു ഉഷാറായിട്ട് ഈ കാണുന്ന ഒരു പെഡലുണ്ട്. അപ്പുറത്തെ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നവരുടെ ഒരു പെഡലാണ്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 സീറ്റ് ഒരുമിച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ആരും അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് കണ്ടില്ല. അപ്പോൾ ആദ്യം തന്നെ അവർ സെർവ് ചെയ്തത് ടീ കോഫിയാണ്. ഒരു പ്ലേറ്റിൽ കോഫിയുടെ സാഷെ അല്ലെങ്കിൽ ടീയിൻ്റെ സാഷെ വിത്ത് ബിസ്ക്കറ്റ്സ്. അപ്പോൾ ഞാൻ അതിൽ അവർ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് തന്ന് അതെല്ലാം മിക്സ് ചെയ്ത് അങ്ങനെ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കോഫി സാഷെ. ഞാൻ എപ്പോഴും സിസേഴ്സ് കയ്യിലെടുക്കാറുണ്ട്. അപ്പോൾ നമുക്കത് ഇങ്ങനെയുള്ള ഈ ചെറിയ പാക്കറ്റ്സൊക്കെ കിട്ടുമല്ലോ കോൺഫ്ലേക്സിൻ്റെയൊക്കെ. അപ്പോൾ അത് കട്ട് ചെയ്യാൻ ഈസി ആയതുകൊണ്ട് ഞാൻ എപ്പോഴും കയ്യിലെടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ നമുക്ക് കോൺഫ്ലേക്സ് സെർവ് ചെയ്തു. അപ്പോൾ കോൺഫ്ലേക്സ് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു നല്ല ചൂട് പാലൊക്കെ കൊണ്ടുവന്ന് അതിലേക്ക് ഒഴിച്ച് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ കോൺഫ്ലേക്സ് എല്ലാം കഴിച്ച് അങ്ങനെ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവർ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നവരെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ അകത്ത് എയർ ഹോസ്റ്റസ്മാർ സെർവ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതുപോലെയാണ് ഇതിലൊരു ചെറിയൊരു കാർട്ടിൽ ഇങ്ങനെ വന്ന് അവർ സെർവ് ചെയ്യുന്നതൊക്കെ. അതൊക്കെ നല്ലൊരു നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളല്ലേ, ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് പൊങ്കലുണ്ട്, പിന്നെ കേസരിയുണ്ട്, ഇഡ്ഡലി, വട, സാമ്പാർ, പിന്നെ ഗാർലിക് ചട്നി. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. വന്ദേ ഭാരതിലും ശതാബ്ദിയിലും ഏകദേശമൊക്കെ ഫുഡ് മെനു ഒക്കെ സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഇഡ്ഡലിയൊക്കെ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ കുറച്ചും കൂടെ ഒരു വ്യത്യാസം. പിന്നെ അതിന് ശേഷം അവർ എല്ലാവർക്കും പഴവും കൊടുത്തിരുന്നു കേട്ടോ, വേണ്ടവർക്ക് പഴം വാങ്ങാം. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ എത്തി. ഈ ട്രെയിൻ മൈസൂർക്ക് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അവിടെ ബാംഗ്ലൂർ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ കുറേ പേര് വെയിറ്റിങ്ങിലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ബാംഗ്ലൂർ എത്തി. പിന്നെ അകത്തുള്ള ഡിസ്പ്ലേ ഇങ്ങനെയാണ് ബാംഗ്ലൂർ കാണിക്കുന്നുണ്ട്. ഓരോ സ്റ്റേഷൻ എത്തുമ്പോഴും അവർ അത് സ്റ്റേഷനെ കുറിച്ച് പറഞ്ഞ് ഒന്ന് ഡിസ്പ്ലേയിൽ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന വന്ദേ ഭാരത്. കാണാനൊക്കെ നല്ല അടിപൊളിയാല്ലേ. എന്തായാലും യാത്രയും സുഖകരമായിരുന്നു. 5:30 പുറപ്പെട്ടത്. ഇവിടെ എത്തിയപ്പോൾ 10:30 ആയിട്ടുള്ളൂ. പെട്ടെന്ന് എത്തിയിട്ടോ. നമുക്ക് ഒരു ഡേ സുഖമായിട്ട് കിട്ടും. അതർവൈസ് നമുക്ക് ഡേ ഒക്കെ നമുക്ക് ഹാഫ് ഡേ ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് രാവിലെ തന്നെ എന്തൊക്കെയാണ് പ്രോഗ്രാം എന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം. അത് മാത്രമല്ല, ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് ലഗേജൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഈസി ആയിട്ട് പോകാൻ പറ്റും. ഇങ്ങനെ സ്ലോപ്പ് ഏരിയയൊക്കെ ആണെങ്കിൽ സ്റ്റെപ്സൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ലഗേജൊക്കെ ആയിട്ട് കയറാൻ വേണ്ടിയിട്ടല്ലേ. ഇപ്പോൾ ഞാൻ പാലക്കാടായാലും ചെന്നൈയിൽ പിന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ വരുന്നില്ല. കാരണം അവിടെ സ്റ്റേഴ്സ് ഒന്നുമില്ല. എല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമേ ഉള്ളൂ. അവിടെ അതിൽ തന്നെ 10-12 പ്ലാറ്റ്ഫോംസ് നിരന്ന് കിടക്കും. വേറെ പ്ലാറ്റ്ഫോമിലേക്കൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ അവിടുന്ന് നേരെ ഒരു റാപ്പിഡോ പിടിച്ചു. നമ്മൾ നേരെ വന്നത് ഹോട്ടലിലേക്കാണ്. ഞാൻ താമസിക്കുന്ന ഹോട്ടൽ ദല്ലഡിത്ത് അശോക് ഹോട്ടലിലാണ്. അപ്പോൾ ഹോട്ടലിലെത്തി. അപ്പോൾ ഇതാണ് ഹോട്ടൽ. ഈ ഹോട്ടലിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ആംബിയൻസൊക്കെ അടിപൊളിയാട്ടോ. ഗൾഫ് കോട്ടാണ് തൊട്ട് മുന്നിലുള്ളത്. നല്ല വ്യൂവും നല്ല ആംബിയൻസൊക്കെ ഉള്ള നല്ലൊരു ഹോട്ടലായിരുന്നു. ഇതെൻ്റെ സെക്കൻഡ് സ്റ്റേ ആണ് ലളിത് ഹോട്ടലിൽ. ഇതിന് മുന്നേ ഞാൻ താമസിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ സ്റ്റാഫ്സും എല്ലാം നല്ല ഒരു ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ടൈമും ഇവിടെ തന്നെ ഓപ്റ്റ് ചെയ്യാനുള്ള റീസൺ. അപ്പോൾ ഇവിടെ ഇറങ്ങിയതിന് ശേഷം ആദ്യത്തെ നമ്മുടെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. ആധാർ കാർഡ് കൊടുക്കുന്നു, റൂമിനെ കുറിച്ച് അന്വേഷിക്കുന്നു, വ്യൂ പോയിൻ്റ് ചോദിക്കുന്നു. എപ്പോഴും ചോദിക്കും എവിടെയാണ്, പൂളാണോ വ്യൂ, ഗാർഡനാണോ വ്യൂ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് എടുക്കാറുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ റൂമിലേക്ക് എത്തി. ലഗേജ് എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ റൂം നമ്പർ കിട്ടി 207. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.